പൃഥ്വിരാജിൻ്റെ ഒരു റീസെൻറ്റ് വീഡിയോയിൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കാറിന് EMI ഉണ്ട്, വീടിന് EMI ഉണ്ട്. സോ ഒബ്വിയസ്ലി അദ്ദേഹം വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിന് EMI ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗമാണ്, അദ്ദേഹത്തിന് അതൊരു ബിസിനസ്സാണ്. ഗ്രാജുവേറ്റ് അല്ലാത്ത പൃഥ്വിരാജ് പറയുകയാണ്, എനിക്ക് സിനിമയല്ലാതെ വേറെ ഒരു പണിയും അറിയില്ല. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ദാറ്റ് ഈസ് ബിസിനസ്. ഹി സോ പാഷനേറ്റ്. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനെ പോലത്തെ ഒരു കഴിവുള്ള ഒരാൾ ഇത്രയും ഒരു ഫീൽഡിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അഡ്മയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൃഥ്വിരാജിന് സിനിമ എന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. ജനങ്ങൾക്കാണ് സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ്. ഞാനടക്കം സിനിമ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലും കണ്ടാൽ മനസ്സിലായി, ഞാൻ ഒരുപാട് സിനിമയുടെ ബന്ധപ്പെട്ട് റെഫറൻസ് ചെയ്യാൻ പറ്റും. സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന, നമ്മളെ എൻജോയ് ചെയ്യേണ്ട ഒരു മീഡിയമാണ്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ 200 rupees അല്ലെങ്കിൽ 300 rupees whatever it is, ആ ഒരു എമൗണ്ടിൻ്റെ ബിയോണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സമയമാണ് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചിലവാക്കുന്ന സമയങ്ങളൊന്നും പിന്നെ ഒരിക്കലും നമുക്ക് ലൈഫിൽ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ EMI അടയ്ക്കാനുള്ള വഴി നിങ്ങൾ തന്നെ അന്വേഷിക്കണം. കാരണം സിനിമ എന്ന ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫിൻ്റെ സിഗ്നിഫിക്കൻറ്റ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം നമ്മളൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇവരാരും തന്നെ നമ്മളുടെ EMI അടയ്ക്കില്ല. താങ്ക് യു സോ മച്ച്. Fintaxman, the mentor your business needs.